ഹായ് ഓൾ, ലീഡ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് SLC കെമിസ്ട്രിയിലെ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞ 4ാമത്തെ ചാപ്റ്ററാണ്, അല്ലെങ്കിൽ ലോഹങ്ങളുടെ നിർമ്മാണം. ഈ ചാപ്റ്ററിൽ മൊത്തമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരേ ഒരു കാര്യം എന്താ, മെറ്റൽസിനെ എങ്ങനെ നമുക്ക് നിർമ്മിച്ചെടുക്കാം. നമുക്കിപ്പോൾ കിട്ടുന്ന മെറ്റൽസ് ഒക്കെ ഉണ്ടല്ലേ, നമ്മളിങ്ങനെ ഓർണമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന പലതരം മെറ്റൽസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ കിട്ടുന്നതാണോ? നമ്മൾ ഈ കടയിൽ നിന്ന് പോയി ഡയറക്റ്റായിട്ട് മേടിക്കുന്നതാണോ? അല്ലല്ലേ. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയൊക്കെയോ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെയാണ് ഒരു മെറ്റലിനെ നമുക്ക് എങ്ങനെയാണ് വേർതിരിച്ചെടുക്കുക എന്നുവെച്ചാൽ, ഇപ്പോൾ എവിടെയാണ് മെറ്റൽ കിടക്കുക എന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അവിടെ നിന്ന് എങ്ങനെയാണൊന്ന് വേർതിരിച്ചെടുക്കുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് തുടങ്ങിയാലോ. ഓക്കെ, ഇതിനകത്ത് ഫസ്റ്റ് നിങ്ങൾക്ക് കാണുന്നത് മിനറൽസ് എന്താ, അല്ലെങ്കിൽ ധാതുക്കൾ എന്താ. നമുക്കറിയാം എർത്തിൻ്റെ ക്രസ്റ്റ്, എർത്ത് ഇങ്ങനെ ഇരിക്കുക അല്ലേ, അതിൻ്റെ ഏറ്റവും മണ്ണിൻ്റെ ഏറ്റവും അടിയിൽ എന്തുണ്ടാവും? കുറേ ഇങ്ങനെ മെറ്റൽസ് പോലെയുള്ള മെറ്റൽസ് ആണ്. നമുക്ക് തിരിയത്തൊന്നുമില്ല ഏത് മെറ്റലാണെന്ന് നമുക്കറിയത്തില്ല, പക്ഷെ പലതരം മെറ്റൽസിൻ്റെ കണ്ടന്റ് ഉള്ള മണ്ണുണ്ടാവും. ആ ഒരു മണ്ണിനെയാണ് നമ്മൾ എന്ത് പറയുക? മിനറൽസ് എന്ന് പറയാം. അങ്ങനെയാണ് ഈ മിനറൽസിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുക? മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കുക. അങ്ങനെയാണ് മിനറൽസിൻ്റെ ഉള്ളിൽ തന്നെ ഓർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. എന്താണ് ഓർ? ഓർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്കൊരു ഏക്കർ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു ഏക്കർ സ്ഥലത്തിൽ എവിടെയോ കുറച്ച് മെറ്റലിൻ്റെ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ മെറ്റലിൻ്റെ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആ ഏക്കറുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർ എന്ന് പറയുക. അങ്ങനെയാണ് മിനറൽ എന്തായിരിക്കും? ആ ഏക്കർ സ്ഥലത്തിനെയാണ് മിനറൽ എന്ന് പറയുക. എവിടെയൊക്കെയോ കുറച്ച് മെറ്റൽസ് ഉണ്ട്, അതിനകത്ത് കുഴിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഓറിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ മെറ്റലിൻ്റെ കണ്ടന്റ് കൂടുതലുള്ളത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർ എന്ന് പറയാം. അങ്ങനെയാണ് ഓറിന് കുറച്ച് സവിശേഷതകളുണ്ട്. ഈ സ്ഥലത്ത് മെറ്റലിൻ്റെ കണ്ടന്റ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് എന്താ, നമുക്ക് ഈസി ആയിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അല്ലേ? ഇപ്പം ഏക്കർ സ്ഥലത്ത് എലിയൊക്കെ കുറച്ച് മെറ്റൽ ഉണ്ടെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പോയി എടുക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ ഓറിൻ്റെ ഒരു സവിശേഷതയാണ് എന്ത്? മെറ്റൽസ്, മിനറൽ ഫ്രം വിച്ച് മെറ്റൽസ് ക്യാൻ ബി ഇക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്ക്ലി എക്സ്ട്രാക്റ്റഡ്. അതായത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലും നല്ല എളുപ്പത്തിലും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഓർസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചെന്ന് ചോദിച്ചോ, എന്തെഴുതും നിങ്ങൾ? ഫസ്റ്റ് അബണ്ടൻസ്. അബണ്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളമായി ആ ഒരു ഏരിയയിൽ എന്തുണ്ടാവും? ആ ഒരു മെറ്റലിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. ഇപ്പോൾ സ്വർണ്ണം ആണെന്ന് ചോദിച്ചോ, സ്വർണ്ണം ഞാൻ ഇങ്ങനെ കുഴിച്ച് നോക്കി, നിങ്ങൾക്ക് ഡിസ്കവറി ചാനലിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കുഴിച്ച് നോക്കി അവിടെ സ്വർണത്തിൻ്റെ ഒരു കണ്ടന്റ് കണ്ടെന്ന് ചോദിച്ചോ. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താ കൂടുതലുള്ളത്? സ്വർണ്ണം എന്ന് പറഞ്ഞ ഒരു മെറ്റല് ധാരാളമായിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാറ്റഗറിസ് എന്താ? ഈസിലി ആൻഡ് ചീപ്ലി സെപ്പറബിൾ. നമുക്ക് വളരെ ഈസി ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും? ഓക്കെ, ആ ഒരു മെറ്റൽ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെ എന്താ? ഹൈ മെറ്റൽ കണ്ടന്റ്, അല്ലെങ്കിൽ മെറ്റൽസ് കുറേ ഉണ്ടാവും ആ ഒരു ഏരിയയിൽ കേട്ടോ. നാലാമത്തെ എന്താ? ഇമ്പ്യൂരിറ്റി കുറവായിരിക്കും. നമ്മൾ മെറ്റൽസ് കൂടുതലായിട്ട് കാണുന്ന ഏരിയകളിൽ ഇമ്പ്യൂരിറ്റീസ് എന്ന് വെച്ചാൽ മെറ്റൽ അല്ലാത്ത കുറച്ച് വസ്തുക്കളൊക്കെ ഉണ്ടാവില്ലേ, അതിൻ്റെ കണ്ടന്റ് കുറവായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് മെറ്റലും അതിൻ്റെ ഓറുകളും പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ബോക്സ്. ഈ ഒരു ബോക്സിനെ ആസ്പദമാക്കിയിട്ടാണ് നമ്മുടെ ചാപ്റ്റർ മൊത്തം പോകുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കാണുന്ന മെറ്റലാണ് അലുമിനിയം. അലുമിനിയം എന്താ? നമുക്കറിയാം, നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനം അല്ലേ, നമ്മൾ ചോറും സംഭവങ്ങളൊക്കെ വെക്കുന്ന സാധനമാണ് ഇത് അലുമിനിയം. ഓക്കെ, അങ്ങനെയാണ് അലുമിനിയം ഏത് ഓറിൽ നിന്നാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത്? അലുമിനിയം ഒരു ഓറിൽ നിന്നാണ് നിർമ്മിച്ചെടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഓറിൻ്റെ പേരാണെന്ത്? ബോക്സൈറ്റ്. ആ ഒരു ഓറിൻ്റെ കെമിക്കൽ ഫോർമുല Al2O3.2H2O. ഓക്കെ, ഇത് നിങ്ങൾ ചോദിക്കും ഈ കെമിക്കൽ ഫോർമുല പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന്. ഞാനിത് ലാസ്റ്റ് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ഈ കെമിക്കൽ ഫോർമുല കൊണ്ടുള്ള ഉപകാരം. ഓക്കെ, അങ്ങനെയാണ് അയണിന് 2 ഓർസാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. 2 ഓർസ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാട്ടോ, ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. കെമിക്കൽ ഫോർമുല ഹേമറ്റൈറ്റിൻ്റെ Fe2O3 ആൻഡ് മാഗ്നറ്റൈറ്റിൻ്റെ Fe3O4. പിന്നെ ഉള്ളതാണ് കോപ്പർ. കോപ്പറിൻ്റെ 2 ഓറുകളാണ് കോപ്പർ പൈറൈറ്റ്സും കുപ്രൈറ്റ്സും. കോപ്പർ പൈറൈറ്റ്സിൻ്റെ കെമിക്കൽ ഫോർമുല എന്താ? CuFeS2. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുപ്രൈറ്റിൻ്റെയോ CU2O. ഓക്കെ, സിങ്കിൻ്റെ
സിങ്കിന്റെ 2 ഓറുകളാണ് സിങ്ക് ബ്ലെൻഡും കാലാമിനും. ഈ സിങ്ക് ബ്ലെൻഡിന്റെ കെമിക്കൽ ഫോർമുല ZnS, കാലാമിന്റെ ആണെങ്കിൽ സിങ്ക് കാർബണേറ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ബോക്സൈറ്റ് എന്ന് പറഞ്ഞത് ഏത് മെറ്റലിന് ഓറാണ്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാലോ, അലുമിനിയത്തിന്റെ ഓറാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇതിനകത്ത് ഓക്സൈഡ് ഓറുകൾ ഏതൊക്കെയാണ്? നോക്കി പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഓക്സൈഡ് ഓറുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് നോക്കിയേ. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാം, ഈ ഒരു ഓ കാണുന്നുണ്ടോ നിങ്ങൾ? ഈ ഓ കാണുന്നതൊക്കെ എന്താ? ഓക്സൈഡ് ഓറുകളാണ്. അത് കൂടാണ്ട് നിങ്ങൾ വേറൊരു ഓ കാണുന്നുണ്ട്. ഈ ഒരു ഓൻ്റെ കൂടെ തന്നെ അതേ വലുപ്പത്തിലുള്ളൊരു സിയും കാണുന്നുണ്ട്. അത് എന്തിൻ്റെ ഓറാണ്? അത് എന്തിൻ്റെ ഓറാ? കാർബണേറ്റിൻ്റെ ഓറാണ്. മറ്റേതോ? ഇത് ഓക്സൈഡ് ഓറുകളാണ്. അടുത്തത് സൾഫറിൻ്റെ ഒരെണ്ണം കാണുന്നുണ്ടല്ലോ. അങ്ങനെയാണ് ഇത് എന്തിൻ്റെ ഓറായിരിക്കും? സൾഫറിൻ്റെ. സൾഫൈഡ് ഓറുകളാണ്. അങ്ങനെ പലതരത്തിലുള്ള ഓറുകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. അതുകൊണ്ട് നിങ്ങൾ ഈ കെമിക്കൽ ഫോമിൽ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഒരു സൾഫൈഡ് ഓറിൻ്റെ 2 എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എഴുതും? ഓക്കെ, സിങ്ക് ബ്ലെൻഡ്, കോപ്പർ പൈറൈറ്റ്സ്. അപ്പം നിങ്ങളിത് പഠിച്ചു വെച്ചേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഒരു മെയിനായിട്ട് എങ്ങനെയാണ് ഈ ഒരു മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്, ഓറിലെ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കളഞ്ഞ് വൃത്തിയാക്കി നമ്മൾ എങ്ങനെയാണ് ഒരു മെറ്റലിനെ എടുക്കുന്നതെന്നാണ് ഈ ഒരു ഭാഗത്ത് പഠിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കേൾക്കുമ്പോൾ തന്നെ മെറ്റൽ അലർജി അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. മെറ്റലർജി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഈ ഓറിൽ നിന്ന് നമ്മൾ ശുദ്ധലോഹത്തെ വേർതിരിച്ചെടുക്കുന്ന അല്ലെങ്കിൽ പ്യുവർ മെറ്റലിനെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രക്രിയനെ പറയുന്നതാണ് എന്ത്? മെറ്റലർജി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രോസസ്സിന് നമുക്ക് ഡിഫൈൻ ചെയ്യാം, ഓൾ ദ പ്രോസസ് ലീഡിങ് ടു ദ സെപ്പറേഷൻ ഓഫ് എ പ്യുവർ മെറ്റൽ ഫ്രം ഇറ്റ്സ് ഓർ. അതായത് പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റൽ നമ്മൾ എന്തിൽ നിന്ന് എടുക്കുക? ഇംപ്യുവർ ആയിട്ടുള്ള ഓറിൽ നിന്ന് എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 3 സ്റ്റേജസ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റത്തെയാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഫസ്റ്റ് സ്റ്റേജ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ ആണ്. സെക്കൻഡ് സ്റ്റേജ് എന്താണ്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, അതായത് നമ്മൾ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് എന്തിനെ എടുക്കുന്നു? ലോഹത്തിന് എടുക്കുക. സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തിന് എടുക്കുന്ന പ്രക്രിയയാണ് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ മെത്തേഡാണ് എന്ത്? റിഫൈനിങ് ഓഫ് മെറ്റൽസ് അല്ലെങ്കിൽ ലോഹ ശുദ്ധീകരണം എന്ന് പറയും. അങ്ങനെ 3 സ്റ്റേജസ് വഴിയാണ് നമ്മൾ എന്ത് പഠിക്കുക? മെറ്റൽസിനെ എങ്ങനെ ഓറിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ മെത്തേഡ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് 4 മെത്തേഡ് ഉണ്ട്. അയിരികളെ സാന്ദ്രീകരിക്കുന്നതിൽ 4 മെത്തേഡാണുള്ളത്. ഫസ്റ്റത്തെയാണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. എന്താ മക്കളെ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് എന്നുള്ള ഒരു പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുക? കഴുകുക അല്ലേ? നമ്മുടെ ഡ്രസ്സൊക്കെ കഴുകാറുണ്ട്. അങ്ങനെ കഴുകുന്ന ഒരു പ്രക്രിയ, വെള്ളം ഒഴിച്ച് കഴുകുന്ന, ഹൈഡ്രോളിക് എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴുകുന്ന ഒരു പ്രക്രിയയാണ് എന്ത്? ഹൈഡ്രോളിക് വാഷിംഗ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ നമ്മളിപ്പം ഈ ഒരു 4 മെത്തേഡ് പഠിക്കുന്നുണ്ട്. ഈ ഒരു 4 മെത്തേഡ് നമ്മൾ പറയും, നമ്മൾക്ക് എന്താ ഈ 4 മെത്തേഡ്? അതായത് ഓരോ മെറ്റലിലും അല്ലെങ്കിൽ ഓരോ ഓറുകൾക്കും ഓരോ സവിശേഷതകളുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ ഓരോ ഓറുകളെ വേർതിരിക്കുക. അതനുസരിച്ചാണ് ഓരോ മെത്തേഡുകൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ കേട്ടോ ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. അതിനകത്ത് ഹൈ ഡെൻസിറ്റി അല്ലെങ്കിൽ ഈ ഓറിന് ഭയങ്കര വെയിറ്റ് കൂടുതലായിരിക്കും. അടുത്തതോ ഇമ്പ്യൂരിറ്റിക്കോ വെയിറ്റ് കുറവായിരിക്കും. നമ്മളിപ്പോൾ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് അതിനകത്തോട്ട് നമ്മുടെ ഇവിടെയുള്ള പൊടിയൊക്കെ ഒന്ന് വാരിയിട്ട് നോക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? പൊടിയും അതിൻ്റെ കൂടെ ഒരു കല്ലും ഉണ്ട് കേട്ടോ. ആ ഒരു കല്ലും ബാക്കിയുള്ള പൊടിയൊക്കെ വാരിയിട്ടു എന്ത് സംഭവിക്കും? കല്ല് വെള്ളത്തിൻ്റെ അടിയിലോട്ട് പോകും. ആ പൊടിയൊക്കെ എന്ത് ചെയ്യും? മേലെ പൊന്തി കിടക്കും. അതായത് ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മേലെ പൊന്തി കിടക്കും, ഹെവി ആയിട്ടുള്ള ഓസ് താഴെ പോകും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഇമ്പ്യൂരിറ്റി ഒക്കെ കളഞ്ഞെടുക്കുന്ന ഓറിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓക്സൈഡ് ഓറുകൾ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ ഓറ്. അങ്ങനെ 2 ഓർസാണ്. എക്സാമ്പിളാണ് നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത്. എന്താണ് ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ഓക്സൈഡ് ഓറുകളെ സാന്ദ്രീകരിക്കുന്ന അല്ലെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എന്ത്? ഹൈഡ്രോളിക് വാഷിംഗ് അല്ലെങ്കിൽ ലെവിഗേഷൻ എഴുതാം.
അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പത അല്ലേ? ഇപ്പം നമ്മൾ സോപ്പൊക്കെ കലക്കി ഇങ്ങനെ കുറേ നേരം അടിച്ച് കഴിയുമ്പോൾ നമുക്ക് പത കാണാൻ പറ്റും. അങ്ങനെയാണ് ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ അടുത്ത മെത്തേഡാണ്. ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ എന്താ സംഭവിക്കാം? നമ്മളിപ്പോൾ ഒരു പാത്രം എടുത്തേ, അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു, പിന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ട ഓറിട്ടു, പിന്നെ എന്താ, കുറച്ച് പൈൻ ഓയിൽ ഒഴിച്ചു. ഈ പൈൻ ഓയിൽ ഒഴിച്ച് ഇങ്ങനെ അജിറ്റേറ്റ് ചെയ്ത് നമ്മളിങ്ങനെ വട്ടം കറക്കി കുറച്ചിങ്ങനെ അടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? അവിടെ നല്ല പത ഫോം ചെയ്യും, നല്ല പത വരും. ഈ ഒരു പതേൻ്റെ മുകളിലോട്ട് ഞാൻ ആ ഓറിട്ട് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഒരു ഓറെന്ന് പറഞ്ഞ സാധനം മേലെ പൊന്തി കിടക്കും. കാരണം അവിടുത്തെ ഓറിൻ്റെ സവിശേഷത എന്താ? വളരെ ലൈറ്റ് വെയിറ്റാണ്. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? മേലെ പൊന്തി കിടക്കും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഓറാണ് ലോ ഡെൻസിറ്റി ഉള്ള സൾഫൈഡ് ഓറുകളാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുക. അടുത്തത് ഇമ്പ്യൂരിറ്റിക്കോ ഹൈ ഡെൻസിറ്റി ആയിരിക്കും. അതെന്ത് ചെയ്യും? അത് താഴോട്ട് പോകും. എന്നിട്ട് നമ്മൾ ഈ പതേനെ എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സൾഫൈഡ് ഓറുകളെ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുക, സൾഫൈഡ് ഓറുകളെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? സാന്ദ്രീകരിക്കുന്ന മെത്തേഡ് ഏതാണ്? ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എഴുതാം, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ ആണ്. അതുകൂടാണ്ട് ഇപ്പം നിങ്ങളോട് ചോദിക്കുകയാണ് ഇവിടുത്തെ ഓർസിൻ്റെ സവിശേഷതകൾ, അയിരിൻ്റെ സവിശേഷത എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എഴുതാം എന്ത്? ലോ ഡെൻസിറ്റി ആയിരിക്കും അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ. മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർക്കാം, മാഗ്നറ്റുമായിട്ട് ബന്ധമുള്ള എന്തുവാ? അയണിൻ്റെ ഓറുകൾ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ഒരു മാഗ്നറ്റിക് റോളർ എടുക്കാം. റോളർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ മില്ലിലൊക്കെ എന്നുവെച്ചാൽ അരി പൊടിക്കുന്ന മില്ലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, രണ്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനം അല്ലേ? അതുപോലെ ഒരു കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിൻ്റെ മുകളിൽ കൂടെ ഞാൻ എന്തിടുക? ഓർസ് ഇടുവാണേ. ഓർസ് ഇട്ട് കഴിഞ്ഞ് ഇതിങ്ങനെ കറങ്ങി ഈ ഒരു മാഗ്നറ്റിനോട് അട്രാക്ഷനുള്ള സാധനങ്ങൾ എന്ത് ചെയ്യും? അയിരുകൾ എന്ത് ചെയ്യും? അവിടെ തൊട്ടടുത്തൊരു പാത്രം വെച്ചിട്ടുണ്ടാവും, അതിനകത്ത് വന്ന് വീഴും. ബാക്കിയുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ എന്ത് ചെയ്യും? ഇമ്പ്യൂരിറ്റീസ് ഒക്കെ അടുത്തൊരു പാത്രത്തിൽ പോയി വീഴും. അതാണ് ഇവിടെ നടക്കുന്ന പ്രക്രിയ. അങ്ങനെയാണെങ്കിൽ മാഗ്നറ്റിനോട് അട്രാക്ഷൻ ഉള്ള ഓറുകൾ, അയണിൻ്റെ ഓറുകൾ ഏതാ? ഹെമറ്റൈറ്റും മാഗ്നറ്റൈറ്റും അല്ലേ? ആ ഒരു ഓറുകൾ ഇമ്പ്യൂരിറ്റീസ് ഒന്നും ഇല്ലാണ്ട് അടുത്തുള്ളൊരു പാത്രത്തിൽ പോയി വീഴും, ബാക്കിയുള്ളത് അപ്പുറത്തെ പാത്രത്തിൽ പോയി വീഴും. അങ്ങനെയാണെങ്കിൽ ആ ഒരു സംഭവത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സാന്ദ്രീകരിക്കുന്നത് ഏതൊക്കെയാ? ഒന്ന് മാഗ്നറ്റൈറ്റും പിന്നെ ടിൻ സ്റ്റോണും. രണ്ടെണ്ണമാണ് മെയിനായിട്ട് പറയാം. ടിൻ സ്റ്റോൺ ആണ് നിങ്ങളോട് കൂടുതലായിട്ട് ചോദിക്കുക. മാഗ്നറ്റൈറ്റ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളോട് ചോദിക്കുക ടിൻ സ്റ്റോൺ എന്ന ആ ഒരു ഓറിനെ, ടിൻ സ്റ്റോൺ എന്ന് പറഞ്ഞ ഓറിനെ നമ്മൾ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആട്ടോ. അങ്ങനെയാണ് അടുത്തതാണ് ലീച്ചിങ്. എന്താ മക്കളെ ലീച്ചിങ്? ലീച്ചിങ് നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു ബീക്കറിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. ആ ഒരു സൊല്യൂഷനിലോട്ട് ഞാൻ കുറച്ച് ഓറിട്ട് കഴിയുമ്പോഴത്തേക്കും എന്ത് സംഭവിച്ചു? ഓറ് മാത്രം എന്നുവെച്ചാൽ പ്യുവർ ആയിട്ടുള്ള ഓറ് മാത്രം അതിനകത്ത് ഡിസോൾവ് ആയിപ്പോയി. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും എന്ത് ചെയ്തു? ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും അവിടെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കടന്നു. ഇപ്പം നിങ്ങളൊരു പാത്രത്തിൽ കുറച്ച് പഞ്ചസാര എടുത്ത് കുറച്ച് വെള്ളത്തിലിട്ട് അതിൻ്റെ കൂടെ ഈ പഞ്ചസാരൻ്റെ കൂടെ കുറച്ച് പൊടിയൊക്കെ വാരിയിട്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണെങ്കിൽ അതും ഇട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് കലക്കി കഴിയുമ്പോൾ എന്ത് മാത്രം ഡിസോൾവ് ആവും? പഞ്ചസാര മാത്രം ഡിസോൾവ് ആവും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത് ലീച്ചിങ്ങിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഈ ഒരു ഓറിനെ പിന്നെ എടുത്ത് വേറൊരു സൊല്യൂഷനിലോട്ട് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും അത് തിരിച്ച് നമുക്ക് ഓറായിട്ട് കിട്ടും. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് കൺസെപ്റ്റ് മാത്രമായിട്ടാണ് പഠിക്കാനുള്ളത്. എക്സ്പെരിമെൻ്റൽ ആയിട്ട് നിങ്ങൾക്ക് ലാബിലൊക്കെ ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു നല്ലൊരു ഐഡിയ കിട്ടും. ഞാൻ അതുകൊണ്ടാണ് ഈ പഞ്ചസാരേൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് കേട്ടോ. ഈ പഞ്ചസാര നമ്മൾ ലയിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് കുറച്ചുകൂടെ ചൂടായി കഴിയുമ്പോൾ നമുക്കത് പഞ്ചസാര തന്നെയായിട്ട് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു മെത്തേഡ് വഴി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഓറാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. എക്സ്ട്രാക്ഷൻ ഓഫ് ബോക്സൈറ്റ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ടോപ്പിക്ക് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് എന്ത്? എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ. രണ്ടാമത്തെ സ്റ്റേജ്. ഫസ്റ്റത്തെ സ്റ്റേജ് എന്തായിരുന്നു? കോൺസെൻട്രേഷൻ ഓഫ് ഓർസ്. എന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന്, കോൺസെൻട്രേറ്റഡ് ഓറിൽ നിന്ന് മെറ്റൽസിന് നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അവിടെ നടക്കാൻ പോണേ. അങ്ങനെയാണ് ഇതിന് രണ്ട് സ്റ്റേജസ് ആണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് എന്താ? കൺവേർഷൻ ഓഫ് കോൺസെൻട്രേറ്റഡ് ഓർ ഇൻറ്റു ഓക്സൈഡ്. നമ്മൾ നേരത്തെ കോൺസെൻട്രേറ്റ് ചെയ്ത് വെച്ച ഓർ ഉണ്ടല്ലോ,
അതെന്താക്കി മാറ്റുക? ഓക്സൈഡുകളാക്കി മാറ്റുക. നമുക്കറിയാം, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഓ ഇതെന്തിനാണ് ഈ ഓക്സൈഡൊക്കെ ആക്കി മാറ്റുന്നത്, നേരെ ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്യുക, മെറ്റലിങ് എടുത്താൽ പോരെയെന്ന്. പക്ഷേ ഒരു ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ട് എടുക്കുന്നതും അല്ലാണ്ട് ഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് മെറ്റലിനെ എടുക്കാനും നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺസെൻട്രേറ്റ് ചെയ്ത ഓറിൽ നിന്ന് ഓറുകൾ ഓക്സൈഡ് ആക്കി മാറ്റിയിട്ട് അതിൽ നിന്ന് മെറ്റലിനെ എടുക്കുന്നത്. അങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ് എന്താ, റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. ഓക്കെ, ഈ ഒരു ഓക്സൈഡ് ആക്കി മാറ്റിയ സാധനത്തിൽ നിന്ന് ഓക്സൈഡുകളൊക്കെ കളഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, മെറ്റലിനെ മാത്രം എടുക്കുന്നതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെ ഈ ഒരു സ്റ്റേജിൽ തന്നെ 2 മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ സ്റ്റേജിൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് പാർട്ടിലെ 2 മെത്തേഡാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫസ്റ്റത്തെയാണ് കാൽസിനേഷൻ എന്ന് പറയും, രണ്ടാമത്തത് റോസ്റ്റിംഗ് എന്നും പറയും. കാൽസിനേഷൻ റോസ്റ്റിംഗ് കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാം. കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എയറിൻ്റെ ആബ്സെൻസിൽ, എയർ ഒന്നും ഇല്ല കേട്ടോ, എയറിൻ്റെ ചെറിയൊരു കണ്ടന്റ് ഒക്കെ ഉണ്ടാവും, എന്നാൽ എയറിൻ്റെ ആബ്സെൻസിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഓറിനെ ഹീറ്റ് ചെയ്യുക. കുറേ ഹീറ്റ് ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കും, കാർബണേറ്റ് ആൻഡ് ഹൈഡ്രോക്സൈഡ് ഓറുകൾ എന്താകും, ഓക്സൈഡ് ആവും. ഒരു എക്സാമ്പിൾ എഴുതുവാണെങ്കിൽ ഇപ്പം സിങ്ക് കാർബണേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള എന്തിൻ്റെ ഓറാ, സിങ്കിൻ്റെ ഓറാണ്. ഈ സിങ്കിൻ്റെ ഓർ എന്താവുകയാണ്, ഈ കാർബൺ കളഞ്ഞിട്ട് സിങ്ക് ഓക്സൈഡ് മാത്രമായിട്ട് മാറുവാണ്. ഈ ഒരു പ്രക്രിയയായിട്ട് ഇവിടെ നടക്കുന്നത്. ഓർത്തിരിക്കുക, എയറിൻ്റെ ആബ്സെൻസിൽ, എയർ ഇല്ലാണ്ടാണ് ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. അങ്ങനെയാണ് റോസ്റ്റിംഗ്. റോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്നാ, നമുക്കറിയാം നമ്മുടെ വീട്ടിലൊക്കെ ബീഫ് റോസ്റ്റ് ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലേ. ഈ ബീഫ് റോസ്റ്റ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, നമ്മൾ എയർ ഇങ്ങനെ വിറകൊക്കെ കൂട്ടി വെച്ച് അങ്ങ് കത്തിച്ച് ഉണ്ടാക്കുവാണല്ലേ. അങ്ങനെയാണ് എന്താ, നമ്മൾ എയറിൻ്റെ പ്രസൻസിലാണ് നമുക്ക് എന്ത് കത്തിക്കാൻ പറ്റുക, വിറക് കത്തിക്കാൻ പറ്റുക. അങ്ങനെ ആ ഒരു ലോജിക്ക് ഉപയോഗിച്ച് ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഹീറ്റിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് എയർ, എയറിൻ്റെ പ്രസൻസിൽ നമ്മൾ ഓറിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് റോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും അല്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ, സൾഫൈഡ് ഓറുകളെയാണ് ഈ ഒരു മെത്തേഡ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുക. എന്ന് വെച്ചാൽ കോൺസെൻട്രേറ്റഡ് ഓറിനെ ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റുക. അപ്പം നിങ്ങളോട് നിങ്ങൾ എങ്ങനെ ചെയ്താ, സിങ്ക് സൾഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള കലാമിൻ എന്ന് പറഞ്ഞ സിങ്കിൻ്റെ ഓറ് നമുക്ക് എങ്ങനെയാക്കാൻ പറ്റും, സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങൾ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ജസ്റ്റ് ഈ ഒരു കെമിക്കൽ ഫോമിൽ ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതിയെന്നുള്ളൂ. എന്നാലും കാൽസിനേഷൻ, റോസ്റ്റിംഗ്, ഈ 2 മെത്തേഡ് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, വേർതിരിച്ച് എഴുതാൻ എങ്ങനെയാണ് ഓരോ മെത്തേഡും എഴുതാനുള്ളത് നിങ്ങളോട് ചോദിക്കും കേട്ടോ, ചോദിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് തന്നെ ഇപ്പം ഇങ്ങനെ ചോദിക്കുകയാണ്, ഇപ്പം റോസ്റ്റിംഗ് എഴുതിയിട്ട് നിങ്ങളോട് 2 കുത്തിട്ടിട്ട് എന്ത് എഴുതുക, സൾഫൈഡ് ഓറുകൾ എഴുതുക. അങ്ങനെയാണെങ്കിൽ അടുത്തത് കാൽസിനേഷൻ എഴുതിയിട്ട് 2 കുത്തിട്ടിട്ട് എന്ത് എഴുതുക, ഡാഷ് ഇട്ട് കൊടുക്കുക. അപ്പം എന്ത് ചെയ്തു, കാർബണേറ്റ് ഓർ ഹൈഡ്രോക്സൈഡ് ഓറുകൾ നിങ്ങൾ തന്നെ അത് എഴുതണം കേട്ടോ. ഓക്കെ, വളരെ സിമ്പിൾ അല്ലേ ഈ ഒരു കാര്യങ്ങളൊക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത മെത്തേഡാണ് റിഡക്ഷൻ ഓഫ് ഓക്സൈഡ്. ഓക്സൈഡുകളെ നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഈ ഒരു ഓക്സൈഡ് നമ്മൾ കുറച്ച് ഓക്സൈഡ് ആക്കി മാറ്റിയായിരുന്നു അല്ലേ. എന്തൊക്കെയായിരുന്നു, സിങ്ക് സൾഫൈഡിനെ സിങ്ക് ഓക്സൈഡ് ആക്കി മാറ്റിയായിരുന്നു. ഈ ഒരു സാധനത്തിനെ നിന്ന് എനിക്ക് എന്ത് മാത്രം കിട്ടും, സിങ്ക് മാത്രമായിട്ട് കിട്ടും. അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റെഡ്യൂസിങ് ഏജന്റ് ആണ് എന്ത്, ഫസ്റ്റത്തെയാണ് ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇലക്ട്രിസിറ്റി വഴി നമുക്ക് എന്താക്കാൻ പറ്റും, ഈ ഓക്സൈഡുകളെ മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ എന്താ, 1 കാർബൺ ആയിരിക്കും, 2 കാർബൺ മോണോക്സൈഡ് ആയിരിക്കും. 3 സാധനം പഠിച്ചു വെക്കുക, കാർബൺ മോണോക്സൈഡ്, ഇലക്ട്രിസിറ്റി, 3 സാധനം പഠിച്ചു വെക്കുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു നിങ്ങളോട് ചോദിക്കുകയാണ്, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ്. ഓക്കെ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്താണ് എന്ന് വെച്ചാൽ ഓക്സൈഡുകൾ, ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൻ്റെ ഓക്സൈഡുകളെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്ത് വെച്ചിട്ടാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാം, ഇലക്ട്രോളിസിസ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വെച്ചിട്ട് നമുക്കതിനെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. പിന്നെ കാർബൺ മോണോക്സൈഡും എന്താണ്, റെഡ്യൂസിങ് ഏജൻസ് ആണ്. അതും ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അത് നിങ്ങൾക്ക് ഇനി വരുന്നുണ്ട്, ഇനിയും പഠിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. റിഫൈൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ശുദ്ധീകരിക്കുക, അല്ലെ ലോഹ ശുദ്ധീകരണമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഓരോരോ മെത്തേഡ് കഴിഞ്ഞു, ഇപ്പം 3ാമത്തെ സ്റ്റേജ് എത്തിയിരിക്കുന്നു. 3ാമത്തെ സ്റ്റേജാണ് എന്ത്, റിഫൈനിങ് ഓഫ് മെറ്റൽസ് എന്ന് പറഞ്ഞാൽ. എന്താ
റിഫൈൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ശുദ്ധീകരിക്കുക. ഒരു ലോഹം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശുദ്ധീകരിക്കുന്ന മെത്തേഡാണ് എന്ത്, റിഫൈനിങ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 3 മെത്തേഡാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ഇതാണ്, രണ്ട് ഇതാണ്, മൂന്നാമത്തെ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ ലോഹ ശുദ്ധീകരണം എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റത്തെയാണ് എന്ത്, ലിക്വേഷൻ. ലിക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഉരുക്കി വേർതിരിക്കാൻ നമ്മൾ പറയും. നമ്മളിവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു പടം കൊടുത്തിട്ടുണ്ട്, ഒരു സ്ലാൻഡ് ചെയ്തിരിക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ ചെരിഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ്. അതിൻ്റെ അടിയിൽ ഇങ്ങനെ തീ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്ന ഒരു അടുപ്പാന്ന് വിചാരിക്കുക, അടിയിൽ തീ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മേലെ നിന്ന് ഞാൻ ഈ ഓറിനിടുക, അയിരുകൾ ഇടുകയാണ്. അയിരുകൾ ഇട്ട് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇത് വേഗം ഈ ഓറ് അയിരല്ല കേട്ടോ, സോറി, മെറ്റലാണ് ഇടുന്നത്. നമ്മൾ മെറ്റലിന് എക്സ്ട്രാക്ട് ചെയ്തെടുത്തല്ലോ, മെറ്റലിന് നമ്മൾ ഇടുകയാണ്. മെറ്റൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും, മെറ്റൽസ് ഇങ്ങനെ ഉരുകി പ്യുവർ ആയിട്ടുള്ള മെറ്റൽ ഒരു പാത്രത്തിൽ പോയി വീഴും. ബാക്കിയുള്ള അതിനകത്ത് വേറെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് ഉണ്ടോ, നമ്മൾ ഓറിൽ നിന്ന് മെറ്റൽ എടുത്തപ്പോൾ അവിടെ എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസോ വേറെ ഒരു മെറ്റലിൻ്റെ കണ്ടന്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അത് മാത്രം അവിടെ പറ്റിപ്പിടിച്ചിരിക്കും. അങ്ങനെയാണ് ബാക്കിയുള്ള മെറ്റൽസ് ഉരുക്കി അവിടെ വീഴും. അങ്ങനെയാണ് ഈ ഒരു മെറ്റലിൻ്റെ പ്രത്യേകത എന്തായിരിക്കും. നമ്മളിവിടെ എടുക്കുന്നത് 2 മെറ്റൽസാണ്, ടിന്നും ലെഡും. അപ്പം നിങ്ങളോട് ചോദിക്കുകയാണ്, ടിന്ന് ലെഡ് എന്ന് പറയുന്ന 2 മെറ്റൽസിനെ റിഫൈൻ ചെയ്തെടുക്കുന്ന മെത്തേഡ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താം, ലിക്വേഷൻ അല്ലെങ്കിൽ ഉരുക്കി വേർതിരിക്കാന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ വേർതിരിക്കണമെങ്കിൽ ആ മെറ്റലിന് എന്തെങ്കിലും സവിശേഷത വേണമല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താണ് അതിൻ്റെ പ്രോപ്പർട്ടീസ്, വാട്ട് ഈസ് ദ പ്രോപ്പർട്ടീസ് ബിഹൈൻഡ് ദിസ്, എന്താ, മെറ്റൽസ് വിത്ത് ലോ മെൽറ്റിംഗ് പോയിന്റ്, അതായത് ചെറിയ ചൂട് കൊടുക്കുമ്പോൾ തന്നെ വേഗം ഉരുകുന്ന ആൾക്കാരുടെ സവിശേഷത എന്താ, ലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, അങ്ങനെയാണ് അതിൻ്റെ സവിശേഷത, ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും. രണ്ടാമത്തെയാണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, സിങ്ക്, കാഡ്മിയം, മെർക്കുറി, ഈ ഒരു 3 മെറ്റൽസ് ആണ് നമ്മൾ ഇത് വെച്ച് സെപ്പറേറ്റ് ചെയ്യുക. നിങ്ങൾ 8ാം ക്ലാസ്സിൽ ഡിസ്റ്റിലേഷൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൽ നമ്മൾ എന്തെങ്കിലും സാധനം ഇടുന്നു, അതിനെ കണക്ട് ചെയ്ത് വേറൊരു സാധനം ഉണ്ടാവും, അത് പിന്നെ കണ്ടൻസ് ചെയ്ത് വെള്ളം ആയിട്ട് വീഴുക ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് ഉണ്ട്, അതിനകത്തോട്ട് എന്തിടുക, 3 മെറ്റൽസ് ഇടുക കേട്ടോ. സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്ന് പറഞ്ഞാൽ 3 മെറ്റൽസ് ഇടുക. ഈ സിങ്ക്, കാഡ്മിയം, മെർക്കുറിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, മെറ്റൽസ് വിത്ത് ലോ ബോയിലിംഗ് പോയിന്റ്, ചെറിയ ചൂട് കൊടുക്കുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും, നീരാവിയായി ഉയർന്ന് പൊങ്ങി വേറൊരു കണ്ടൻസറിലൂടെ കടന്നു പോകും. ഈ കണ്ടൻസറിൻ്റെ പുറത്തിലേക്ക് എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്, വേറൊരു പൈപ്പ് വഴി പച്ചവെള്ളം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ചൂടുള്ള നീരാവി പോയി ആ ഒരു കണ്ടൻസറിൽ എത്തുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഇത് വെള്ളമാവാൻ തുടങ്ങും. വെള്ളമായിട്ട് എന്ത് ചെയ്യും, വെള്ളമാവുന്നില്ല, ആ ഒരു മെറ്റൽ തന്നെയായിട്ട് ഉരുകി നേരെ ഇങ്ങോട്ട് വീഴും, വേറൊരു പാത്രത്തിൽ പോയി വീഴുവാണ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ ബോയിലിംഗ് പോയിന്റ് കുറവുള്ള മെറ്റൽസ് എന്ന് വെച്ചാൽ ചെറു ചൂട് കൊടുക്കുമ്പോൾ തന്നെ വേഗം എന്ത് ചെയ്യുക, നീരാവിയായി പൊന്തുന്ന മെറ്റൽസ് ആണ് നമ്മൾ എന്തെടുക്കുക, ഇവിടെ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, സിങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏത് മെറ്റൽ വേണമെങ്കിൽ ചോദിക്കട്ടെ, 3 പഠിച്ചു വെക്കുക. സിങ്ക് എന്ന് പറഞ്ഞ മെറ്റലിനെ റിഫൈൻ ചെയ്താൽ എടുക്കാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ എന്ത് എഴുതും, ഡിസ്റ്റിലേഷൻ അല്ലെങ്കിൽ സ്വേദനമാണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സവിശേഷത എന്താ, അങ്ങനെയാണ് സിങ്കിൻ്റെ സവിശേഷത എന്താണ്, ലോ ബോയിലിംഗ് പോയിന്റ് ആണെന്ന് എഴുതാൻ കിട്ടാം. അപ്പോൾ അടുത്ത ഒരു മെത്തേഡാണ് എന്ത്, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് അല്ലെങ്കിൽ വൈദ്യുത വിശ്ലേഷണ ലോഹ ശുദ്ധീകരണം. എന്താ ഇലക്ട്രോലൈറ്റിക് റിഫൈൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്ററിൽ തന്നെ നമ്മൾ മൊത്തത്തിൽ ഇലക്ട്രോളിസിസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ് നടക്കുന്നത് നമ്മൾ പ്യുവർ ആയിട്ടുള്ള, ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റൽ, പ്യുവർ ആയിട്ട് ഇംപ്യുവർ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു മെറ്റലാണെന്ത്, കോപ്പർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ കോപ്പറിൻ്റെ പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ പീസ് നമ്മളിവിടെ എടുത്തിട്ടുണ്ട്, പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ പീസ്. അത് കൂടാണ്ട് തന്നെ എന്തെടുത്തിട്ടുണ്ട്, ഇംപ്യുവർ ആയിട്ടുള്ള ഒരു കോപ്പർ എടുത്തിട്ടുണ്ട്. പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റലിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്, ഇംപ്യുവർ ആയിട്ടുള്ള ഒരു കോപ്പർ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഈ ഒരു ഇംപ്യുവർ ആയിട്ടുള്ള കോപ്പറിൽ എന്തുണ്ടാവും, വേറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. കോപ്പർ മാത്രം ആയിരിക്കില്ല, വേറെ ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് ആനോഡിലായിരിക്കും, രണ്ടാമത്തെ എന്താ, കാഥോഡിലായിരിക്കും. ഇതെന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സൊല്യൂഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. എന്ത് സൊല്യൂഷനാ, കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഓക്കെ, നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പം ആ ഒരു സൊല്യൂഷൻ എന്തായിട്ട് മാറും, കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞ സാധനം എന്തായിട്ട് മാറും, Cu2+ഉം
SO4 2- ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ആനോഡിൽ നിന്ന് ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിൽ നിന്ന് അതിനകത്തുള്ള കോപ്പർ മാത്രം ഇറങ്ങി എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിയുമ്പം ഇറങ്ങി ഓടിപ്പോയി എങ്ങോട്ട് കയറും? പ്യുവർ ആയിട്ടുള്ള കോപ്പറിൻ്റെ ആ ഒരു തിന്നായിട്ടുള്ള മെറ്റലിൽ പോയി കയറും. ബാക്കിയുള്ള ഇംപ്യൂർ ആയിട്ടുള്ള മെറ്റൽ എന്ത് ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ മെലിഞ്ഞിങ്ങനെ ശോഷിച്ച് വരും അല്ലേ? ബാക്കിയുള്ള കോപ്പറിൻ്റെ പ്യുവർ ആയിട്ടുള്ള ആ ഒരു പീസ് വലുതായി വലുതായി വരും. കാരണം എന്നാ? അവിടുന്ന് കോപ്പർ ഇറങ്ങി എവിടെ പോയി കയറുന്നു? പ്യുവർ ആയിട്ടുള്ള മെറ്റലിൽ അവിടെ പോയി കയറുന്നു. അങ്ങനെയാണ് ഇവിടെ എന്താ? ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, റിഡക്ഷൻ നടക്കുന്നുണ്ട്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോണിന് വിട്ടു കൊടുക്കുന്ന പ്രവർത്തനം. Cu gives Cu 2++ 2 ഇലക്ട്രോൺ. ഓക്കെ, അങ്ങനെയാണ് റിഡക്ഷൻ എങ്ങനെ നടക്കുക? Cu 2++ 2 ഇലക്ട്രോൺ gives Cu. ആരാ ഇതിന് വാങ്ങിക്കാം? കോപ്പർ എന്ത് ചെയ്യും? ഇംപ്യൂർ ആയിട്ടുള്ള കോപ്പറിന് വിട്ടുകൊടുത്തു. അത് സൊല്യൂഷനിൽ കൂടി ഇറങ്ങി എവിടെ പോയി കയറുക? പ്യുവർ ആയിട്ടുള്ള കോപ്പറിൽ പോയി കയറുക. പ്യുവർ ആയിട്ടുള്ള കോപ്പർ എന്ത് ചെയ്യുന്നു? ഈ ഒരു കോപ്പറിനെ മാത്രം വാങ്ങിച്ചെടുത്ത് നമുക്ക് പ്യുവർ ആയിട്ടുള്ള ഒരു മെറ്റൽ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് കോപ്പർ എന്ന് പറഞ്ഞ മെറ്റലിനെ നമ്മൾ റിഫൈൻ ചെയ്തെടുക്കുന്ന മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം, ഇലക്ട്രോളിറ്റിക് റിഫൈനിങ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് കമ്പയർ ഒക്കെ ആയിട്ട് ചോദിക്കാം. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് എല്ലാവരും ഇതൊന്ന് നന്നായിട്ട് പഠിക്കുക കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ജസ്റ്റ് ഈ ഒരു ഇത്രയും ഭാഗം നിങ്ങൾക്ക് എക്സാമ്പിൾ ബേസ്ഡ് ആയിട്ടായിരിക്കും ഈ ഒരു ചാപ്റ്റർ ചോദിക്കുക. വെറും നമുക്കൊന്ന് ഡെയിലി ലൈഫിലുള്ള കൺസെപ്റ്റ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ചാപ്റ്ററിൻ്റെ അടുത്ത ക്ലാസ് അടുത്ത ദിവസം നമ്മൾ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ.